ഉദ്ഘാടന ചടങ്ങിൽ നമ്മളെല്ലാവരും, കാര്യം ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിടമാണ്. ഉദ്ഘാടനത്തിന്റെ അവസ്ഥ ഇന്ന് രാവിലെ മുതൽ എല്ലാ ചാനലുകളും അടിക്കുകയാണ്. ഒരു പണിയും തീർന്നില്ല. അപ്പൊ അവിടെ പോകുന്നവരെല്ലാം ശ്രദ്ധിക്കണം, കൈവരിയുടെ അടുത്തൊന്ന് പോയി നിൽക്കരുത്. കാര്യം ഒരു കൈവരിയില്ല, അപ്പൊ താഴെ പോകും. അപ്പൊ മധ്യഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് വേണം നമ്മളെല്ലാ പരിപാടിയും തൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സ്റ്റേറിൽ കയറുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. അത് പണി പൂർത്തീകരിക്കാത്ത കായിക ഭവനാണ്. പക്ഷെ മന്ത്രിക്ക് ഇത് വാശിയോടുകൂടി ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ മൊത്തം പ്രവൃത്തിയും പൂർത്തീകരിക്കാത്ത പ്രവൃത്തിയായതുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ നമുക്ക് അതിശയം വരേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം നടക്കുകയാണ്. നമ്മൾ ആ ചടങ്ങിലും ഒന്ന് പങ്കെടുക്കും. 2019 അന്നത്തെ ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി നല്ലൊരു ആശയം നമ്മുടെ മുന്നിൽ വെച്ചു. നമുക്കൊരു കായിക സമുച്ചയം പണിയാം. അതിനകത്ത് സ്പോർട്സ് കൗൺസിലിനും ഒളിമ്പിക് അസോസിയേഷനും ഡയറക്ടറേറ്റിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കായിക സമുച്ചയം നമുക്ക് നിർമ്മിക്കാം. ഒരു 7 നിലയുള്ള കായിക സമുച്ചയം നിർമ്മിക്കാം. അതിൽ ആദ്യത്തെ 3 നില നിർമ്മിക്കുമ്പോൾ 1 നില ഒളിമ്പിക് അസോസിയേഷൻ, 2ാം ഫേസിൽ വീണ്ടും 1 നില ഒളിമ്പിക് അസോസിയേഷൻ നൽകാം എന്നുള്ളതാണ് കരാറ്. നാഷണൽ ഗെയിംസ് കഴിഞ്ഞപ്പോൾ 2ാം സ്ഥാനത്ത് നിന്ന് 15ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടപ്പോൾ നമ്മുടെ വികാരം പ്രകടിപ്പിച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല, പ്രകടിപ്പിച്ചു. അപ്പം അതിന്റെ ശത്രുതയിൽ നമുക്കർഹതപ്പെട്ട നമ്മുടെ ബിൽഡിംഗ്, നമുക്കുള്ള ഫ്ലോറുകൾ തരണ്ട എന്നുള്ള നിലപാടുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. കായിക വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ രീതി നിങ്ങൾക്കറിയാം. കായിക മേഖലയെ ഇത്രയും ദുർബലപ്പെടുത്തിയ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി കായിക സംഘടനകൾക്ക് അല്ലെങ്കിൽ കായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ 6-7 മാസം ഭക്ഷണത്തിനുള്ള അലവൻസ് കൊടുക്കുന്നില്ല, പെൻഡിക്കേറ്റാണ് കൊടുക്കുന്നത്. കായിക അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. കായിക ഉപകരണം ഈ മന്ത്രി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ നേരിട്ടുള്ള ഹോസ്റ്റലുകളിൽ കായിക ഉപകരണം പോലും ഇതുവരെയും വിതരണം ചെയ്തില്ല. 5 വർഷമായി വിതരണം ചെയ്തിട്ടില്ല. അത്രയും മിടുക്കനായിട്ടൊരു മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്പോർട്സിനോടേ താല്പര്യമില്ല. അപ്പൊ എന്നിരുന്നാലും വാശിക്കൊരു കുറവുമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുകയും അദ്ദേഹം ഇതില് അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്ന് നമ്മളോട് ഉറപ്പ് തന്നിട്ടുമുണ്ട്. ഇന്നലെ ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം, ഞാന്, ജനറൽ സെക്രട്ടറി പത്മജി തോമസ് മാഡം, ശ്രീ രവീന്ദ്രൻ നായരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഡയറക്ടറുമായിട്ടൊരു മീറ്റിംഗ് കൂടി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കായിക സമുച്ചയമായിരിക്കും അവിടെ തീരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എഴുതി കൊടുക്കും, അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതിഷേധ പ്രകടനം ഇവിടെ നിന്ന് ആരംഭിച്ച് നമ്മുടെ കായിക ഭവന്റെ മുന്നിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയും തീർച്ചയായും നമ്മുടെ ആവശ്യം ഈ വരുന്ന ഈ പറയുന്ന അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. തീർച്ചയായും അത് നടപ്പിലാകും എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രതിഷേധ പ്രകടനത്തിൽ എന്റെ ഭാഗമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.